ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ചെന്നൈ ലൈഫ് സ്റ്റൈലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ധ്രുവ് വന്ന മുതൽ ഇപ്പം വരെയുള്ള കുറച്ച് വീഡിയോസാണ്. എനിക്ക് ധ്രുവ് ഇന്നലെയൊക്കെ നോക്കുമ്പോൾ ധ്രുവ് പെട്ടെന്ന് ഒരു ഹൈറ്റൊക്കെ വെച്ച് നല്ല ഇതായിട്ടുണ്ട്. നമ്മുടെ കുട്ടൂസിന് നല്ല ഹൈറ്റൊക്കെ വെച്ച് കാലിനൊക്കെ നല്ല ഹൈറ്റ് വെച്ച് കണ്ടു. ഞാൻ നിങ്ങളെ ഫസ്റ്റ് ഇവനെ പരിചയപ്പെടുത്തുന്ന ഒരു വീഡിയോ ഉണ്ട്. ആ വീഡിയോയിൽ ഉള്ള ധ്രുവാണോ ഇപ്പം ഇരിക്കുന്നത്? വലിയ കുട്ടിയായില്ലേ? അപ്പോൾ ഈ മാസം ജൂലൈ 9-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഇവന് 3 മാസം കംപ്ലീറ്റ് ആയി, 4-ാം മാസം സ്റ്റാർട്ടാവും. അപ്പോൾ ഇതാണ് ഇപ്പോൾ കണ്ട നല്ല വലുപ്പം വെച്ചിട്ടുണ്ട്. ഇങ്ങനെ ഇത്രയും ഉണ്ടായിരുന്നില്ലല്ലോ അല്ലേ? നോക്ക്, എൻ്റെ അടുത്ത് എത്തുമ്പോഴത്തേക്ക് ചെറിയ വാവയായിരുന്നു. വലിയ കുട്ടി കുട്ടി ഇപ്പോൾ ഉറക്കുന്ന എടുത്തുകൊണ്ടാണ്, ഉറക്കത്തുനിന്ന് എടുത്തുകൊണ്ട് അതിൻ്റെ ഒരു ഇതിലിരിക്കുക. നോക്കി ധ്രുവിനെ നോക്കി, ധ്രുവ് കുട്ടി വലിയ കുട്ടിയായി. അപ്പോൾ അവൻ വന്ന മുതൽ ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അവിടെ നിന്ന് ഉള്ള ഈ ഒരു വരെയുള്ള വീഡിയോസാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഇവനിങ്ങനെ വളരുന്നോ നോക്കി, ഇവൻ എങ്ങനെയായിരിക്കും എന്നൊക്കെ നോക്കി ഇരിക്കലാണ് എൻ്റെ മെയിൻ പരിപാടി. അപ്പോൾ ഇവ സത്യം പറഞ്ഞാൽ ഇത്രയും ആയപ്പോഴത്തേക്ക് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ഇന്നലെ അവൻ പെട്ടെന്ന് ഹൈറ്റ് വെച്ചു. അപ്പോൾ പെട്ടെന്ന് നമ്മുടെ പോലെ അറിയണ്ടാണ് ഈ ചെക്കൻ വരുന്നത് വന്ന്. അവൻ്റെ ഫേസൊക്കെ നല്ലോണം മാറി കേട്ടോ. ആ ഒരു വീഡിയോ കൂടെ ഞാൻ ഉൾപ്പെടുത്താം കേട്ടോ. ഇപ്പോൾ അതിൻ്റെ ഇടയിൽ ഞാൻ ഇപ്പോൾ കണ്ടോ, ഞാൻ കൊണ്ടുവന്ന സമയത്ത് ഞാൻ കാണിച്ചത് ഒരു ധ്രുവ് നമ്മളെ കയ്യിൽ വന്ന സമയത്തുള്ള വീഡിയോ ആണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഈ കാണുന്നതും ഇപ്പോൾ ഉള്ള വീഡിയോ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ധ്രുവ് എത്രമാത്രം മാറിയിട്ടുണ്ട്, എത്രമാത്രം വലുതായിട്ടുണ്ടെന്നുള്ളത്. അപ്പോൾ ഇത് അന്ന് ഞാൻ നിങ്ങളെ പുതിയ അതിഥി എന്ന രീതിയിൽ പരിചയപ്പെടുത്തിയ വീഡിയോ ആയിരുന്നു കേട്ടോ. ഇനിയൊന്ന് നിങ്ങൾ കണ്ടു നോക്ക് ആ വീഡിയോ. ഈ വീഡിയോ ഇപ്പം എങ്ങനെയുണ്ട്? കുട്ടി. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലേക്ക് പോവാം. ഓക്കെ. ധ്രുവ് നമ്മളെ വീട്ടിൽ വന്നത് മെയ് 9-ാം തീയതിയാണ്. അന്നേരം ചെറിയ കുട്ടിയായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ. 1 മാസം കഴിഞ്ഞിട്ടാണ് അവർ പറയുന്നത്. 1 മാസം 10 ദിവസമാണെന്ന് പറയുന്നത്, 43 ഡേയ്സാണ് പറയുന്നത്. പക്ഷേ എൻ്റെ ഒരു കണക്കൂട്ടൽ 1 മാസം ഞാൻ കണക്കൂട്ടുന്നുള്ളൂ. കാരണം അവർ പറഞ്ഞതിലൊന്നും എനിക്ക് കൃത്യമായിട്ട് തോന്നിയില്ല. 1 മാസം കഴിഞ്ഞ് വാക്സിനേഷനൊന്നും ഇടാതെയാണ് ഇവിടെ വന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളായിരുന്നു, ചെറിയ കുട്ടിയായിരുന്നു. ഇത് എനിക്ക് തോന്നുന്നത് ഞാൻ വീഡിയോ എടുത്തപ്പം കുറച്ചും കൂടെ ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ എടുത്താണ്. വന്നപ്പോൾ ഇതിലും ചെറുതായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഹ്യൂമൻ കുട്ടികളെങ്ങനെ വളരുന്നത് നമ്മൾ അറിയത്ത് പോലുമില്ല. കുഞ്ഞുങ്ങൾ വളരുന്നതും അവരുടെ മാറ്റവും ഒന്നും നമ്മൾ പോലും അറിയാതെയാണ് മാറി വരുന്നത്. അതേപോലെ തന്നെയാണ് ഇവരുടെ കാര്യവും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ധ്രുവ് ഇവിടെ വന്ന് ഓരോ ടൈമും ശരിക്കും ഞാനിങ്ങനെ നോക്കി നിൽക്കും. അവൻ്റെ മാറ്റം, അവൻ്റെ മുഖത്തെ മാറ്റം, അവൻ്റെ കാലിൻ്റെ മാറ്റം ഒക്കെ ഞാൻ നോക്കി നിൽക്കും. ചെവി ശരിക്കും പറഞ്ഞാൽ മുകളിലായിരുന്നു. ജിമ്മൂസ് ഈ പ്രായത്തിൽ വന്നപ്പോൾ അവൻ്റെ ചെവി താഴോട്ടായിരുന്നു. പക്ഷേ ഇവ ചെവിയൊക്കെ നല്ല കൂർപ്പായിട്ടുള്ള സമയത്താണ് വന്നത്. ഇത്രയേ ഉള്ളൂ. പക്ഷേ കുരുത്തക്കേടിന് ഒരു കുറവുമില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ വലുതായാൽ എങ്ങനെ ഉണ്ടാവും എന്നൊക്കെയുള്ളൊരു വലിയൊരു ആഗ്രഹം നമുക്കുണ്ട്. അപ്പോൾ ഇവൻ്റെ മുഖം എങ്ങനെയായിരിക്കും? അപ്പം വലിയ വലിയ ഹസ്കീനൊക്കെ കാണുമ്പോൾ നമ്മൾ ഇതുപോലെ ആയിരിക്കും ധ്രുവ്. ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് നമുക്കിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഒരു ക്യൂട്ട്നെസ് ഇനി വലുതാവുമ്പോൾ കിട്ടില്ല കേട്ടോ. അത്ര ക്യൂട്ട്നെസ്സാണ്. കണ്ടില്ലേ എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ കുരുത്തക്കേടിന് ഇതില്ല. അവന് ഏറ്റവും ഇഷ്ടമുള്ള തലയണകൾ പിടിച്ച് വലിച്ച് അതിൽ കയറി കിടക്കുക. ആ ഒരു പ്രായം അതാണ്. കടിക്കുക, നന്നായിട്ട് കടിക്കും. എൻ്റെ കാലാണ് അവൻ്റെ ഏറ്റവും വലിയ ഇഷ്ടമുള്ള സംഭവം. കടിക്കാൻ നല്ല എളുപ്പമാണല്ലോ. ഞാനിങ്ങനെ വിരട്ടും കേട്ടോ. വിരട്ടിയാലൊന്നും എഫക്റ്റ് ആവില്ല. ഇത് എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു ഇച്ചിരി മാറ്റം വന്ന സമയത്ത് ഞാൻ എടുത്ത വീഡിയോ ആണ്. അവനന്ന് ബെഡൊക്കെ മേടിച്ച് കൊടുത്ത് വന്നപ്പോൾ തന്നെ ഒരാഴ്ച, എനിക്കൊന്ന് 2 ആഴ്ചത്തിൻ്റെ അല്ല 1 ആഴ്ചയുടെ ഇടയിൽ തന്നെ ബെഡ് വന്നിട്ടുണ്ടായിരുന്നു തോന്നുന്നു. അപ്പോൾ അന്ന് മേടിച്ചപ്പോഴാണ് ചെറിയ മാറ്റമൊക്കെ ഉണ്ടായിരുന്നു. കുറച്ചൊരു വീതി വെച്ച പോലെയൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ അവൻ്റെ കളിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട്
ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സമയത്ത് അവൻ്റെ മൂക്കിന് കുറച്ച് ഇങ്ങനെ ഉരുണ്ടിരുന്ന മൂക്ക് ചെറുതായിട്ട് ഒരു കുറച്ച് നീളം മുന്നോട്ട് തള്ളി വന്ന പോലെ തോന്നിയൊരു സമയമാണ്. ഞാനിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും. അവൻ്റെ കാല് കുറച്ച് ഹൈറ്റ് വെച്ചിട്ടുണ്ടായിരുന്നു, ചെറിയ കാലിന് കുറച്ച് ഇത് വെച്ച സമയത്താണ്. അപ്പോൾ ഇവൻ്റെ മൂക്ക് കണ്ടാൽ അറിയാം ആ തുടക്കത്തിലുള്ള പോലെയല്ല കുറച്ച് തള്ളിയിട്ടുണ്ട്. അപ്പോൾ നല്ല വ്യത്യാസമുണ്ട്. പിന്നെ ആ കളറ് കുറച്ചൊന്ന് ഡാർക്കായി പോയത് തോന്നുന്നുണ്ട്. വൈറ്റിൽ നിന്ന് ചില സ്ഥലത്ത് അവൻ്റെ മുഖത്ത് ആ കണ്ണിൻ്റെ അവിടെയൊക്കെ നോക്കുമ്പോൾ അറിയാൻ പറ്റും ആ ഒരു മാറ്റം എന്ന് പറയുന്നത്. നമ്മളുടെ മനുഷ്യരുടെ കുട്ടികളെങ്ങനെയാണ്, നമ്മളെ കുട്ടി ചെറുതായപ്പോഴെങ്ങനെയാണ് അതേ ഇത് തന്നെയാണ് ഈ കുട്ടികളുമൊക്കെ. ഇവൻ്റെ ഒരു ധ്രുവിൻ്റെ ഒരു ഇതെന്ന് വെച്ചാൽ പ്രസവം കഴിഞ്ഞ പാടെ തന്നെ അതിനെ അമ്മേൻ്റെ അടുത്ത് നിന്ന് മാറ്റിയതാണ്. അതുകൊണ്ട് അത് അമ്മേൻ്റെ അടുത്ത് വളർന്നിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെ അവന് ആരുടെയും ഹെൽപ്പോ ഒന്നും വേണ്ട. ഞങ്ങളോട് കളിക്കുകയാണെങ്കിൽ ഞങ്ങളോട്, ഒറ്റയ്ക്കാണെങ്കിൽ ഒറ്റയ്ക്ക്, അങ്ങനെ ഒരു മെൻറ്റാലിറ്റിയാണ്. പക്ഷേ അതാണ് ഞങ്ങൾക്ക് ഒരു വിധത്തിൽ നല്ലത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനെവിടെ റൂമിൽ പൂട്ടിയിട്ട് നമുക്ക് എവിടെയെങ്കിലും പോകണമെങ്കിൽ, അത്യാവശ്യമായിട്ട് പോകണമെങ്കിൽ അവനെ ഇട്ടിട്ട് ഫുഡൊക്കെ കൊടുത്ത് നല്ല വയറൊക്കെ നിറച്ച് നമുക്ക് പുറത്ത് പോകാമെന്ന് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇത് ഞാൻ ശരിക്കും പറഞ്ഞാൽ കാലിൽ വെച്ച് ഊഞ്ഞാലാട്ടിയതാണ് കേട്ടോ. ആ സമയത്ത് ഭയങ്കര ഇഷ്ടം കേട്ടോ കാലിൽ വെച്ച് ഇങ്ങനെ ഊഞ്ഞാലാടുന്നതൊക്കെ. അതിന് ഇടയ്ക്കിടയ്ക്ക് വരും. പിന്നെ അവൻ്റെ കുറച്ചും കൂടെ വലുതായ സമയത്ത് അവനെന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഭയങ്കര കടിയായിരുന്നു. വന്ന് കടിക്കും ഭയങ്കരമായിട്ട്. പല്ല് നല്ല ഷാർപ്പാണ്, എനിക്ക് കൊണ്ട് മുറിഞ്ഞിട്ടുണ്ട്. ഇപ്പം എന്ന് വെച്ചാൽ ഈ ഒരു മാറ്റം ഞാൻ കാണുന്നത് വെച്ചാൽ അവൻ്റെ മുഖം കുറച്ചും കൂടെ ഷാർപ്പായി വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഉരുണ്ട മുഖം പതുക്കെ ഷാർപ്പായിട്ട് വന്നിരിക്കുന്ന സമയമാണ്. ഇതിപ്പം ഒരു മാസത്തിന് ശേഷമുള്ള നമ്മുടെ ധ്രുവക്കുട്ടി കുറച്ച് വലുതായതിന് ശേഷമാണ്. എൻ്റെ കാല് കുറച്ച് നീളമൊക്കെ വെച്ച് മുഖമൊക്കെ കുറച്ചൊന്ന് ഇതായതിന് ശേഷമുള്ള വീഡിയോസൊക്കെയാണ് ഈ കാണുന്നത്. ഇപ്പം 2 മാസം ഗ്യാപ്പ് കഴിഞ്ഞിട്ട് ഉള്ള ധ്രുവിനെയാണ് കാണുന്നത്. നല്ല ഹൈറ്റും ഒക്കെ വെച്ചിട്ടുണ്ട്. കാല് വ്യത്യാസം, വാലിന് വ്യത്യാസം, കുറച്ച് വീതിയൊക്കെ വെച്ചു. കാല് തന്നെയാണ് വ്യത്യാസം, കാല് നല്ല ഹൈറ്റ് വെച്ചു. അപ്പോൾ ഇപ്പം ഇത്രയും ഹൈറ്റ് ഉണ്ടെങ്കിൽ ഇവൻ ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് നല്ല ഹൈറ്റ് കാണും. നിന്ന് കഴിഞ്ഞാലൊക്കെ എന്നേക്കാൾ കൂടുതൽ ഹൈറ്റ് കാണാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ലേറ്റസ്റ്റാണ് ധ്രുവിൻ്റെത് വീഡിയോ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇന്നലെ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ ഇത്രയായി സഖാവ് ഇപ്പം. അപ്പോൾ നമ്മുടെ ധ്രുവ് എവിടം വരെ എത്തി നോക്കൂ, കണ്ട. അപ്പം വലിപ്പമൊക്കെ വെച്ച പോലെ തോന്നില്ലേ? ഉണ്ടല്ലോ. കാരണം മുഖമൊക്കെ നല്ല നീണ്ട്, തലയൊക്കെ കുറച്ച് വലിപ്പം വെച്ചു. ഇനി ഒരാഴ്ചയും കൂടെ കഴിയുമ്പോഴത്തേക്ക് അവന് 3 മാസം കംപ്ലീറ്റ് ആവും. 3 മാസം കംപ്ലീറ്റ് ആയിട്ട് 4-ാം മാസം സ്റ്റാർട്ടാവും. അപ്പോൾ 3 മാസമുള്ള എന്തിപ്പം 3 മാസം എന്ന് പറയാം. അപ്പോൾ ഇത് എനിക്ക് ഇടണം തോന്നി. ഭയങ്കര സന്തോഷകരമായി. അവൻ വന്നതിൽ നിന്ന് വലുതായി കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ പ്രത്യേകിച്ച് ഇടാൻ കാരണം. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ കണ്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടല്ലോ. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ബൈ.